ഇന്ന് നമുക്ക് പീച്ചിങ്ങ കൊണ്ട് നല്ലൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. അപ്പോൾ ഞാനിതിൻ്റെ സ്കിന്ന് ഇതുപോലെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാം തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഒരു 1-2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീച്ചിങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിലുള്ള ആ വെള്ളത്തിൽ തന്നെ ഇത് നമുക്ക് റെഡിയായിട്ട് കിട്ടും. കുറച്ച് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് അടച്ച് വെക്കാനായിട്ട്. കുറച്ച് സമയം കഴിഞ്ഞ് ഒന്ന് നമുക്ക് ഇതുപോലെ തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയാവും. നല്ല അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്.